കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് റൂട്ടിന് വളരെ അടുത്ത് സ്പേഷ്യസ് ആയ ഒരു വീടാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വീടായിട്ടാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലെ 5.5 സെന്റിലെ സ്പേഷ്യസ് ആയ ഒരു ആർക്കിടെക്ചറൽ വീട്. 5 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് ക്ലാഡിംഗ് ടൈലും ലൈറ്റും ഒക്കെ കൊടുത്താണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. 5.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. വീടിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇവിടെയായിട്ട് ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൂടെ ഒരു ചെറിയ ഗാർഡൻ. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 9.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് എലിവേഷന് കൂടുതൽ ഭംഗി നൽകാനായി ഈ ഒരു വോളിനായി ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. ഇവിടെയായിട്ട് വെജിറ്റബിൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ വീടിൻ്റെ കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനൊരു ഗ്രില്ല് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയ കോർട്ട്യാർഡ് കൂടി ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കടപ്പാക്കല്ലുകൾ പാകി പെബിൾസ് നൽകി ഈ സൈഡിലായിട്ട് ഒരു ചെറിയ ഗാർഡൻ കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 12.5 അടി നീളവും 3.5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു ഷൂ റാക്കറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്ക് വുഡിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വളരെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 14 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു TV യൂണിറ്റ് കാണാം. കൂടാതെ ഒരു നല്ല ക്ലോക്ക് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും മൾട്ടിവുഡും ഗ്ലാസും ഉപയോഗിച്ച് നല്ല ഒരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകൾ ചെയ്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഗസ്റ്റ് ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. 10 അടിയോളമാണ് ഈ ഒരു പാസേജ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. 9.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിനുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് ചെയ്ത് വാൾപേപ്പർ കൊണ്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു വോളിലും വളരെ ഭംഗിയായിട്ട് ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മളിനി ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ ഗസ്റ്റ് ലിവിങ്ങിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. 10 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഡൈനിങ് സ്പേസിൽ നിന്ന് കോർട്ട്യാർഡിലേക്കുള്ള ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് വരുന്ന ഈ ഒരു വാഷ് കൗണ്ടർ ബാക്ക് സൈഡ് ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ ഫ്ലോറിംഗ് വുഡ് ഡിസൈൻ ടൈലുകൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഗസ്റ്റ് ലിവിങ്ങിലേക്കാണ്. ഗസ്റ്റ് ലിവിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഫാമിലി ലിവിങ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വരുന്നത്. 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസാണ് ഈ ഒരു കിച്ചണിൽ ഉള്ളത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിനോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. സീലിംഗ് ഒക്കെ ചെയ്ത് മാറ്റ് ഫിനിഷ് ടൈലുകളോട് കൂടിയ ഈ ഒരു ബാത്റൂമിന് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. ബെഡ്റൂമിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബെഡിൻ്റെ സൈഡ് ടേബിളും ഇവിടെയായിട്ടൊരു മിററും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്ത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡ് ഡിസൈനുള്ള മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ വുഡും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സെക്കൻഡ് ലാൻഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ലിവിങ് സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈ ലിവിങ് സ്പേസിന് വലിയ 2 ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകൾ നൽകി ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്.
22.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ സെക്കൻഡ് ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു കോർണറായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇവിടെയായിട്ട് കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു പാസേജിലൂടെ കാണുന്ന ഓപ്പണിംഗ് ബാൽക്കണിയിലേക്കുള്ളതാണ്. നമുക്കിനി മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ബെഡ്റൂമിൽ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിനൊപ്പം തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. ബെഡ്റൂമിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ട് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 18 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 23 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ബാൽക്കണിയുടെ ഈ ഒരു സൈഡ് നമുക്ക് ഗാർഡൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 1.4 കിലോമീറ്റർ, സെൻറ് ജോസഫ് സ്കൂളിലേക്ക് 1.7 കിലോമീറ്റർ, സെൻറ് ആൻ്റണി സ്കൂളിലേക്ക് 2.4 കിലോമീറ്റർ, സെൻറ് മേരീസ് സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ, സമരട്ടിൻ ഹോസ്പിറ്റലിലേക്ക് 3.3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5.5 സെൻറ് സ്ഥലത്ത് 2670 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും 2 ഫാമിലി ലിവിംഗ് സ്പേസുമുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,25 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.